അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വളരെ സിമ്പിൾ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ഏതാണ് 2026 ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന്. സോ നമ്മളിപ്പോഴുള്ള എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യം ഞാനും ചെയ്തു തുടങ്ങി. ഞാൻ ഗൂഗിളിൽ തപ്പി ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് എന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഞാൻ കുറേ അധികം ആർട്ടിക്കിൾസ് ഞാൻ കണ്ടുപിടിച്ചു. അവിടെ എല്ലാം 2026 ടോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് ഓതേഴ്സ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആണ്. പക്ഷേ അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ഞാൻ ഈ പല ലിസ്റ്റുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില പോളിസീസ് ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കോമൺ ആയിട്ട് വന്ന ഇൻഷുറൻസ് പ്ലാൻസ് എല്ലാം ബെസ്റ്റ് ആണ് എന്നല്ല. എന്താണ് ഈ ഇൻഷുറൻസ് പ്ലാൻ ഈ ലിസ്റ്റുകളിലെല്ലാം വരാനുണ്ടായ ലോജിക്? എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയ കണ്ടെത്തിയിട്ടാണ് ഈ എക്സ്പേർട്സ് ഈ ഇൻഷുറൻസ് പ്ലാൻസിനെ റാങ്ക് ചെയ്ത് ഈ ലിസ്റ്റിൽ കൊണ്ടെത്തിച്ചത്? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതേ സെയിം ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചേരുന്ന ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനായിട്ട് ഞാൻ ഡിറ്റോ ഇൻഷുറൻസിന്റെ ഹെൽപ്പും ഈ വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. ഡിറ്റോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ്. അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് പ്ലാൻസും അവർ അവരുടെ വെബ്സൈറ്റിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും നമുക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഇൻഷുറൻസ് പ്ലാൻ പിക്ക് ചെയ്യാനാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മലയാളം അഡ്വൈസറിനെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്വറിയിൽ ഇടാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ചധികം റിസർച്ച് നടത്തിയ സമയത്ത് ഒരുപാട് ലിസ്റ്റുകൾ ഞാൻ കണ്ടെത്തി. ആ ലിസ്റ്റുകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? HDFC എർഗോ, കെയർ ഹെൽത്ത്, നിവ ബൂപ്പ, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഒബ്വിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസ് എല്ലാ ആളുകൾക്കും ബെസ്റ്റാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതൊക്കെ ലിസ്റ്റിൽ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സെനാരിയോ ഡിഫറൻ്റ് ആണ്. ആ സെനാരിയോ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കൊരു പോളിസി ചൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. പക്ഷേ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇത് നമ്മളോട് പറയുന്ന കാര്യം ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഞാൻ ഇതിൽ ഏത് പോളിസി ചൂസ് ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പോളിസികളിൽ കോമൺ ആയിട്ടുള്ള എന്ത് ഫീച്ചേഴ്സാണ് ഇവരെ ഏറ്റവും അടിപൊളിയാക്കുന്നത് എന്നാണ്. ഈ പോളിസീസ് മറ്റുള്ള പോളിസികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കാര്യമാണ് റൈറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുമാണ്. എനിക്ക് മനസ്സിലായ ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന മിക്ക പോളിസികളും ഒരു കവറേജ് എമൗണ്ടിൽ സ്റ്റക്കായിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ കവറേജ് എമൗണ്ട് ഓരോ വർഷം കൂടുന്തോറും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം എടുത്തത് ഒരു 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്. നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ ക്ലെയിം ഒന്നും നടത്തിയിട്ടില്ല എങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ കവറേജ് എമൗണ്ട് 30 ലക്ഷമോ 40 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ ആയി എന്ന് വരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോസ്റ്റ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു 5 ലക്ഷം രൂപ ഒരു സർജറിക്ക് കോസ്റ്റ് ആവുന്നുണ്ട് എങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഡെഫിനറ്റ്ലി 15, 20, 25 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ അമൗണ്ട് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അത് ഗ്രോ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇനി രണ്ടാമത് ഞാൻ കോമൺ ആയിട്ട് കണ്ടതാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സ്. റീസ്റ്റോർ അല്ലെങ്കിൽ റീചാർജ് ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഈ പോളിസി നമ്മൾ ഒരു വർഷത്തിൽ ഒരു തവണ യൂസ് ചെയ്തു എന്ന് കരുതുക. അത് വീണ്ടും റീസ്റ്റോർ ചെയ്യും, അതല്ലെങ്കിൽ റീചാർജ് ചെയ്യും ആ വർഷം തന്നെ. അതായത് നമുക്ക് ആ വർഷം തന്നെ ഇത് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാം. ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഞാൻ വളരെ സ്കെയറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടത്, പല ഓൾഡർ പോളിസീസും ഈ കാര്യം സമ്മതിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു വർഷം ഒരു ബിഗ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ബാക്കിയുള്ള വർഷം ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ എക്സ്പോസ്ഡ് ആയി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ഈ പ്ലാൻസ് ഒക്കെ ഈ റിയൽ ലൈഫ് മെഡിക്കൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഒരു വർഷം തന്നെ ഇത് യൂസ് ചെയ്യാം. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് വെയിറ്റിംഗ് പീരിയഡ്. ഈ സംഭവം നമ്മുടെ വലിയൊരു പെയിനിനെ സോൾവ് ചെയ്യും. പെയിൻ മാത്രമല്ല, മേ ബി ഫ്രസ്ട്രേഷനെ സോൾവ് ചെയ്യുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന പല പോളിസികളിലും പുതിയതായിട്ട് നമുക്ക് ആഡ് ഓൺസ് യൂസ് ചെയ്തുകൊണ്ട് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാം. അതല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഫാസ്റ്ററായിട്ട് കവർ ചെയ്ത് തുടങ്ങും. അതുമല്ലെങ്കിൽ ചിലതൊക്കെ പാർഷ്യലായിട്ടെങ്കിലും നേരത്തെ കവർ ചെയ്യും. ഈ വെയിറ്റിംഗ് പീരീഡ് മുഴുവൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളി ഇത് കവർ ചെയ്തേക്കാം, പക്ഷേ പാർഷ്യലായിട്ടെങ്കിലും അതിൻ്റെ മുമ്പ് കവർ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഓണസ്റ്റ്ലി ഇത് വളരെ ഹ്യൂജാണ്. കാരണം നമുക്ക് പരിചയമുള്ള പല ആളുകളും കാണും, അവരൊരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അവർ വളരെ ലേറ്റർ സ്റ്റേജിലായിരിക്കും റിയലൈസ് ചെയ്യുന്നത് ഈ ഇൻഷുറൻസ് ഈ അസുഖങ്ങൾക്ക് 2-3 വർഷത്തേക്ക് കവറേജ് തരുന്നില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി ഇൻഷുറൻസ് കമ്പനീസിൻ്റെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഓൾറെഡി അത് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ പല ആളുകളും അത് റിയലൈസ് ചെയ്യാതെ അവർക്കൊരു ആവശ്യം വരുമ്പോഴായിരിക്കും ഇവർ ഇതിൻ്റെ പ്രോബ്ലം ഇൻ ഡെപ്തിൽ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ അവരെ റിയാലിറ്റി ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫീച്ചർ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഈ ഇൻഷുറൻസ് കമ്പനികളിൽ കണ്ട 3ാമത്തെ മെയിൻ ഫീച്ചർ. ഇനി 4ാമത്, ക്ലെയിം എക്സ്പീരിയൻസ്. ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമ്മൾ ഏതൊരു ഇൻഷുറൻസ് പോളിസി എടുത്താലും അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലെയിം സെറ്റിൽമെൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ മാത്രമല്ല, അത് എത്രത്തോളം സ്മൂത്താണ് നമുക്ക് ആ ഇൻഷുറൻസ് ഒരു ക്ലെയിമിംഗ് പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ എന്നുള്ളത്. ചില പോളിസീസൊക്കെ നല്ലപോലെ പ്രീമിയം കൂട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുമായിരിക്കും, പക്ഷേ അവർ സ്റ്റിൽ ഈ ലിസ്റ്റിലുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്തിൽ കൂടി, ഒരു മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഇൻഷുറൻസ്, ഈ പോളിസി ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എങ്കിൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, പ്രീമിയം കൂടുതലാണ് എങ്കിലും. ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ഇത് പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒട്ടും പൈസ ഇല്ല, നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അത്രത്തോളം സ്ട്രെസ്ഡും ഫ്രസ്ട്രേറ്റഡും ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഒട്ടും സ്മൂത്ത് അല്ലാത്ത ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഈവൻ സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ എല്ലാ ലിസ്റ്റുകളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന 3 പ്ലാൻസിനെ പറ്റി ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇതിലെ ഒരു പ്ലാന് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരാവശ്യമില്ല. ഞാൻ ആ ലിസ്റ്റിൽ കണ്ടത് ഇവിടെ പറയുന്നു എന്ന് മാത്രം. ഇതൊരു റെക്കമെൻഡേഷനേ അല്ല. റെക്കമെൻഡേഷൻ അല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ചേർന്ന് കൊള്ളണമെന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ പോളിസികളിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 4 പോയിന്റും എന്തുകൊണ്ടാണ് ഈ പോളിസി മുന്നിൽ വരാനുള്ളതിൻ്റെ ലോജിക്കലായിട്ടുള്ള റീസണും, ആ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോളിസി ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആ ലിസ്റ്റിൽ കൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ ഒന്നാമത് HDFC ERGO Optima Secure. ഞാൻ എടുത്ത മിക്കവാറും എല്ലാ ലിസ്റ്റുകളിലും ഈ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ കവറേജ് ഡേ 1 തന്നെ ഡബിൾ ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മൾ 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 20 ലക്ഷം രൂപയായിട്ട് മാറും. പിന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി സ്മൂത്തസ്റ്റ് ക്ലെയിം പ്രോസസ്സസ് ഉള്ള ഇന്ത്യയിലെ ഒരു പോളിസി കൂടിയാണ് ഇത് എന്ന് പല സ്ഥലത്ത് നമുക്ക് വായിക്കാനും പറ്റും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ഡൗൺ സൈഡ് ഉണ്ട്. എന്താണ്? നല്ല പോലെ പ്രീമിയം നമ്മൾ കൊടുക്കണം. എല്ലാ ആളുകൾക്കും ഇത് അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ ആ പ്രീമിയം, ഇപ്പോൾ ബെൻസ് കാറോ ഓടി കാറോ ഒക്കെ വാങ്ങിക്കുന്ന പോലെയാണ്, നമ്മൾ ആ പ്രീമിയം കൊടുക്കുമ്പോഴാണ് ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇത് സിമ്പിളും പവർഫുള്ളും നല്ലപോലെ റിലയബിളും ആയതുകൊണ്ടാണ് ഈ പല വെബ്സൈറ്റുകളും ഇവരെ ഹൈലി റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമതേതാണ് കെയർ സുപ്രീം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അപ്പിയർ ചെയ്യാനുള്ള മേജർ റീസൺ അഗ്രസീവായിട്ടുള്ള കവറേജ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ ക്ലെയിം ഒന്നും ഉണ്ടാക്കുന്നില്ല, ക്ലെയിം ഒന്നും എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കവർ കീപ്പ് ഓൺ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. ഇനി മാത്രമല്ല, ഇവരുടെ തന്നെ ചില വെർഷൻസ് ഒക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ ആണ് എങ്കിൽ അതിന് നമുക്ക് റിവാർഡും തരും. ഹെൽത്തി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്നോ, ജിം മെമ്പർഷിപ്പ് കാണിക്കോ, അങ്ങനെയൊക്കെ അവർക്ക് പല ഫീച്ചേഴ്സ് ഉണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് അവർ തരും. നിങ്ങളിപ്പോൾ വളരെ യങ് ആണ് എങ്കിൽ, നല്ല യങ് ഏജിലാണ് നിങ്ങൾ പോളിസി എടുക്കുന്നതെങ്കിൽ ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ടൈം നമ്മുടെ അമൗണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം തികഞ്ഞ, എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ലോങ് ടേം യൂസേഴ്സിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ആ ഒരു സെനാരിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ചേരുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഇനി മൂന്നാമതാണ് നിവ ബൂപ്പ റീഅഷർ 2.0. എനിക്ക് തോന്നുന്നത് ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു റീസൺ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കൊണ്ടായിരിക്കണം. അതായത് നമ്മൾ ഒരു വർഷം ഈ പോളിസി നമ്മൾ യൂസപ്പ് ചെയ്താൽ പോലും അത് വീണ്ടും റീസ്റ്റോർ ചെയ്യും. ഒന്നല്ല, രണ്ടല്ല, മൾട്ടിപ്പിൾ ടൈംസ് എഗെയിൻ അത് റീസ്റ്റോർ ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിപ്പം ചില ആളുകൾക്ക് കൂടുതൽ ഹോസ്പിറ്റലൈസേഷനോ അവർക്ക് കൂടുതൽ അസുഖങ്ങൾക്ക് പ്രോൺ ആയിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്ക് ഈ ടൈപ്പിലുള്ള പോളിസി ആയിരിക്കും കൂടുതൽ ചേരുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ഈ പോളിസികളിലെല്ലാം ഒന്ന് കയറി നോക്കി. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, 2026 ഏറ്റവും ബെസ്റ്റ് പോളിസികൾ എന്ന് പറയുന്ന എല്ലാ പോളിസികളും ചീപ്പല്ല എന്നുള്ളതാണ്. നല്ലപോലെ പൈസ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടൂ. അതൊരു അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരൊക്കെ നമുക്ക് അതിനുവേണ്ടി തിരിച്ചു തരുന്നത് എന്താണ്? അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. സമയം മാറുന്നതനുസരിച്ച്, കാലഘട്ടം മാറുന്നതനുസരിച്ച് അവരത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ക്ലെയിംസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ അസ്യൂം ചെയ്യുന്ന വേറൊരു കാര്യം എന്താണ്? നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും മുന്നോട്ട് കോസ്റ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള റിയാലിറ്റി ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസിന് വേണ്ടിയിട്ടും നമ്മുടെ ഇൻഫ്ലേഷന് വേണ്ടിയിട്ടും റിയാലിറ്റിക്ക് വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തിരിക്കുന്ന പല ഇൻഷുറൻസുകളുമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാം. ഇതിനെപ്പറ്റിയുള്ള മൾട്ടിപ്പിൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസി തെറ്റായിട്ടുള്ള പോളിസി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ പോളിസി എല്ലാം പിക്ക് ചെയ്ത് ഇതാണ് നമുക്ക് ചേരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള പോളിസി ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും വേഴ്സാണ് നമ്മൾ തെറ്റായിട്ടാണ് ഇത് എടുക്കുന്നത് എങ്കിൽ. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പണം നഷ്ടപ്പെടും എന്ന് മാത്രം. ഇവിടെ ഇട്ട പണവും പോയി നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന് നമ്മൾ വേറെ പണം കണ്ടെത്തേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ റിസർച്ചസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഫ്രീ ആയിട്ട് ഡിറ്റോയുടെ വെബ്സൈറ്റിൽ കിട്ടുന്ന കോളിൻ്റെ ഫെസിലിറ്റിയോടെ യൂസ് ചെയ്യുക. അവർ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ പോളിസി ആയിരിക്കില്ല നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അവർ ആദ്യം തന്നെ നിങ്ങളുടെ ഏജ്, ഫാമിലി, ബഡ്ജറ്റ്, ഹെൽത്ത് കണ്ടീഷൻ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. മൾട്ടിപ്പിൾ പോളിസീസ് ചിലപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തേക്കാം. അതിൽ ഏത്
നിങ്ങൾക്ക് ഏതിനേക്കാളും ബെറ്റർ ആയിട്ട് ചേരും, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പല പോളിസികൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാൻ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈവൻ നിങ്ങൾക്ക് ഒരു ക്ലെയിം എടുക്കേണ്ട ഒരു സമയം വന്നാൽ പോലും ആ ക്ലെയിമിംഗ് പ്രോസസ്സിൽ കൂടെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോ സ്പാം, നോ പ്രഷർ. നിങ്ങൾക്ക് വിളിച്ച് ഇവരോട് ഇഷ്ടംപോലെ സംസാരിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോളിസി എടുത്തില്ല, അതായത് ഡിറ്റോയുടെ വെബ്സൈറ്റിൽ നിന്നും പോളിസി എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വന്നെടുക്കാം. ഇനി അത് അവിടെ എടുത്തില്ലെങ്കിലും അവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറാം. നിങ്ങൾക്കൊരു ഫ്രീ കോൾ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് മലയാളത്തിലാണ് സംസാരിക്കാൻ കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് കോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മലയാളം അഡ്വൈസറിനെ വേണം എന്നൊരു ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസറിനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 2026 ഒരു ഇൻഷുറൻസ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഷുറൻസിൽ നിന്ന് മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ ബ്ലൈൻഡായിട്ട് അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് പേ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഫ്രീ കോൾ ഡിറ്റോയിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഡിസ്കൗണ്ട് കിട്ടുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.